ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പ്ലിറ്റേഴ്സിയുടെ റിമോട്ടിൻ്റെ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാമെന്നുള്ളൂ. ഫസ്റ്റ് വരുന്നത് ഓൺ ഓഫ് ബട്ടണ്. ഇതന്നെ ഓണോ ഓഫ് ഇതിന്മേൽ തന്നെ കൺട്രോൾ ചെയ്യുക. ഓണാക്കുമ്പോൾ 24-ലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഇത് പവർ ചില്ല്. AC ഓണാക്കിയിട്ട് പവർ ചില്ല് ഞെക്കിയാൽ AC 20 മിനിറ്റ് ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ 24 ആണെങ്കിൽ 24-ലോട്ട് ഓട്ടോമാറ്റിക് പോകും. നമ്മൾ ഈ മോഡ് എന്നുള്ള ബട്ടണാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് കൂൾ മോഡ് വരുന്നത്. ഒരൊട്ടും പാടും പ്രസ് ചെയ്താൽ ഫാൻ മോഡായി. അപ്പോൾ ഇതിലെന്ത് പ്രശ്നം വെച്ചാൽ തണുപ്പ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഒരൊട്ടും പാടും പ്രസ് ചെയ്താൽ ഡ്രൈ മോഡായി. ഹ്യൂമിഡിറ്റിയൊക്കെ കൺട്രോളുള്ള മോഡാണ്. നമുക്ക് വേണ്ടത് കൂൾ മോഡാണ്. പിന്നെ ഇത് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. നമ്മളെ സീലിംഗ് ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ അതേ ഓപ്ഷൻ. ഇത് ഫുൾ ഇതാക്കിയാൽ നല്ല കാറ്റുണ്ടാവും. ഇതും സിങ്. അതിൻ്റെ അകത്ത് വരുന്ന സിങ്ങും പുറത്ത് വരുന്ന സിങ്ങും, രണ്ട് സിങ്ങുണ്ട് ഓസിലേഷന്. ഇത് രണ്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് എക്കണോമി എന്നുള്ള ഫങ്ഷനാണ്. പിന്നെ ഇത് കോണ്ട എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ആ ഫ്ലാപ്പ് ഒരേ ലെവലിൽ മുകളിലോട്ടായി നിൽക്കും. ഫുൾ ടൈം AC യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരുമ്പോൾ ഇത് നിൽക്കുക, മുഖത്തേക്ക് കാറ്റടിക്കില്ല എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ വരുന്ന ഗുഡ് സ്ലീപ്പ് ഉണ്ട്. ഇത് ഗുഡ് സ്ലീപ്പ് നിൽക്കിയാൽ ഒറ്റ പ്രാവശ്യം നിൽക്കിയാൽ ബട്ടൺ നിൽക്കിയാൽ AC നമ്മൾ ഒരു ഓറഞ്ച് ലൈറ്റ് കാണിക്കും. നമുക്ക് ഇതന്നെ വീണ്ടും നിൽക്കിയാൽ 9 മണിക്കൂർ വരെ സെറ്റാക്കാം. ഇതുപോലെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഡിഗ്രി 3-5 ഡിഗ്രി വരെ കുറക്കും ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ബട്ടൺ നിൽക്കുക, അത് പോവുകയും ചെയ്തു. പിന്നെ വരുന്നതാണ് അതിൽ തന്നെ ഡിസ്പ്ലേൻ്റെ ഒരു ഓപ്ഷനാണ്. ഈ ഡിസ്പ്ലേ എന്നുള്ള ബട്ടണ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. 2 സെക്കൻഡൊക്കെ പിടിച്ചാൽ അതുപോലെ ഡിസ്പ്ലേ അതിൽ തെളിയും. അവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് കംപ്രസറിൻ്റെ സ്പീഡാണ്. ഇപ്പോൾ കംപ്രസർ എടുത്തിട്ടില്ല. പിന്നെ ഒരു ടമാഴും പ്രസ് ചെയ്ത് പിടിച്ചാൽ റൂമിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട് കാണിക്കും. ഇപ്പോൾ 26 ഉണ്ട്. ഒരു ടമാഴും പ്രസ് ചെയ്താൽ നമ്മൾ എത്രയാണോ റിമോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ അതാണ് കാണിക്കുന്നത്. പിന്നെ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ടമാഴും പ്രസ് ചെയ്താൽ അത് പോവുകയും ചെയ്യും. അതിൽ AC വർക്കിംഗ് ചെയ്യാറും ഡിസ്പ്ലേ കാണൂലെന്നുള്ളൂ. പിന്നെ അത് ഓൺ ടൈമർ, ഓഫ് ടൈമർ. നമ്മൾ സാധാ ACയിലൊക്കെ ഉള്ള അതേ ഫങ്ഷനാണ്. ഓൺ ടൈമർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഓപ്ഷനാണ്, സിമ്പിൾ ഓപ്ഷനാണ്. ഇപ്പോൾ ഇതിൽ മുകളിൽ ഗുഡ് സ്ലീപ്പ് നില കൊടുത്തത്. അത് ഓഫ് ടൈമർ അതുപോലെ സെറ്റ് ചെയ്യുക. എത്ര മണിക്കൂർ വേണ്ട വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ബട്ടണ് ക്യാൻസൽ വെക്കുക, അത് പോവുകയും ചെയ്യും. പിന്നെ ഇത് ഡ്യൂ ക്ലീനിങ് ആണ്. ഇതൊരു 3 വർഷം 4 വർഷമൊക്കെ AC നല്ല ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബട്ടണ് 5 സെക്കൻഡ് നെക്കി പിടിച്ചാൽ AC ഫുൾ സ്പീഡിൽ 1 മണിക്കൂർ വർക്ക് ചെയ്യും. അതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഒന്ന് പോകുന്ന, അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ അത്ര ഉള്ളൊന്ന് റിമോട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തു എന്നുള്ളൂ. പിന്നെ കുറേ മറഞ്ഞു നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ റിമോട്ടിൽ തന്നെ. നമ്മൾ ചൈൽഡ് ലോക്ക്, അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലല്ലേ കാണിക്കണത്, അത് നമ്മൾക്ക് ഫാരൻഹീറ്റിലാക്കാം. അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.